ഇൻഫോർടൈൻമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള കണ്ടക്കടവ് എന്ന സ്ഥലത്തെ കാട്ടുപുറം എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികളുടെ ഒരു കൊച്ചു ബാൻഡിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു മനോഹരമായ പെർഫോമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ഇവർ ഈ രീതിയിൽ ഇവരെ ഇങ്ങനെ ഇതൊക്കെ അവതരിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഒക്കെ ഇവരെ സഹായിച്ച രണ്ട് വ്യക്തികൾ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ രീതിയിലൊക്കെ ഇവർ വളരെ മികച്ച രീതിയിൽ ഇവർ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് നിങ്ങൾ ഇവർ ഈ രീതിയിൽ ഇങ്ങനെ പെർഫോം ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ പരിശീലിപ്പിച്ചത്? ഇതെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണല്ലോ. എൻ്റെ മക്കളുണ്ട്, ചേട്ടൻ്റെ മക്കളുണ്ട്. ഇപ്പം എല്ലാം നമ്മുടെ ഒരു കൂട്ടുകുടുംബം പോലെ ഈ പിള്ളേരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അവരുടെ ഭാവി നമ്മളെ കാലം കഴിഞ്ഞാൽ അവർ ഇത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ അവർ ഇവിടെ ഇത് പഠിപ്പിക്കണത്. അപ്പോൾ ഇത് എത്ര വർഷമായി ഇവർ ഇതിനെ പരിശീലിപ്പിക്കാനായിട്ട് തുടങ്ങി? ഇത് നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ കാരണന്മാരെ പാട്ട് കേട്ട് നമ്മൾ വന്നു, നമ്മളെ പാട്ട് കേട്ട് നമ്മുടെ മക്കളും ഇത് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഇവരെ ആ ഒരു ടേസ്റ്റും നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷവും ഇവർ ഈ പാട്ട് പാടി വരുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു മനസ്സിനൊരു സന്തോഷമാണ് അതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് വരണം. കാരണം കലാമേഖലയിൽ വളർന്നു വന്ന കുട്ടികൾക്ക് പ്രചോദനം അത് നമ്മുടെ മക്കൾ മാത്രമല്ല, പുറത്തെ എല്ലാ മക്കൾക്കും വേണ്ടിയും ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ഈ കലാമേഖലകളിൽ നമുക്കിപ്പോൾ ഈ സ്കൂൾ കലോത്സവങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകാറുണ്ട്, മത്സരങ്ങൾ എല്ലാതും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ഇത് മാത്രമല്ല, ചെണ്ടകൊട്ട് എല്ലാ മേഖലയിലെയും കാര്യങ്ങൾ ഞങ്ങൾ പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രചോദനം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു ഇതിലോട്ട് പിള്ളേരെ? എൻ്റെ ആഗ്രഹത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ വയലിൻ പഠിപ്പിക്കാൻ വിട്ടത്. അപ്പോൾ അതിന് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ 2.5 വർഷത്തിനുള്ളിൽ ഈ ഒരു പെർഫോമൻസിലേക്ക് വരാനുള്ളൊരു കഴിവാനുണ്ടായി. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ ആഗ്രഹത്തിന് തന്നെയാണ് അത് പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കൂടെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം.